നമസ്കാരം. അഭിലാഷ് വാണിശ്ശേരി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ മെയ് 16 തീയതി ഇന്ത്യയിലെ ഒരു സീനിയർ ഫുട്ബോൾ താരത്തിന്റെ വാക്കുകൾ കേട്ട് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ മാത്രമല്ല ഇന്ത്യൻ കായിക ലോകം ഒന്നടങ്കം വളരെ ഞെട്ടിത്തെരിച്ചു പോയി. അത് മറ്റാരുമല്ല, സുനിൽ ഛേത്രിയുടെ വാക്കുകളായി. ഇന്നത്തെ വീഡിയോ സുനിൽ ഛേത്രിയെ കുറിച്ചാണ്. സുനിൽ ഛേത്രി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ചാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സുനിൽ ഛേത്രി ആന്ധ്രാപ്രദേശിലെ സെക്കൻഡറാബാദിലായിരുന്നു 1984 ഒരു ക്ഷത്രിയ കുടുംബത്തിലാണ് സുനിൽ ഛേത്രി ജനിച്ചത്. പിതാവ് RB ഛേത്രി. അദ്ദേഹം ആർമി ഉദ്യോഗസ്ഥനും മാത്രമല്ല ആർമി ഫുട്ബോൾ ടീം അംഗം കൂടിയായിരുന്നു. മാതാവ് സുശീല ഛേത്രി. മാതാവ് ഒരു നേപ്പാൾ വംശജയാണ്. മാതാവിന്റെ ഇരട്ട സഹോദരി സുനിൽ ഛേത്രിയുടെ അമ്മയും നേപ്പാളിന്റെ വനിതാ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുട്ബോൾ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് സുനിൽ ഛേത്രി ജനിച്ചത്. മാത്രമല്ല സുനിൽ ഛേത്രി വിവാഹം കഴിച്ചതും മറ്റൊരു ഫുട്ബോൾ കുടുംബത്തിൽ നിന്നായിരുന്നു. ബംഗാളിലെ പഴയകാല ഫുട്ബോൾ പ്രതിഭയായ സുഭദ്രോ ഭട്ടാചാര്യയുടെ മകൾ സോനം ഭട്ടാചാര്യയെ ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷം അദ്ദേഹം വിവാഹം കഴിക്കുകയുണ്ടായി. അങ്ങനെ സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോളിന് അവിഭാജ്യ ഘടകമാണ്. ഈ മെയ് 16 തീയതി സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നു. അതായത് ജൂൺ 6 തീയതി, ഈ മാസം, വരുന്ന മാസം ജൂൺ 6 തീയതി നടക്കുന്ന 2024 ജൂൺ 6 തീയതി കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യ കുവൈറ്റ് ലോകകപ്പ് ക്വാളിഫയിങ് മത്സരത്തോടെ അതിന്റെ ആദ്യത്തെ ഹോം മാച്ച്, കുവൈറ്റിന്റെ ഹോം മാച്ച് കുവൈറ്റിൽ വെച്ച് കഴിഞ്ഞു. അതിലെ കുവൈറ്റിനെ ഇന്ത്യ 1-0 മൻവീർ സിംഗിന്റെ ഗോളോടെ ഇന്ത്യ 1-0 കുവൈറ്റിനെ പരാജയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇന്ത്യ അഫ്ഗാനിസ്ഥാനോട് സമനിലയാണ് പിടിച്ചത്. അഫ്ഗാനിസ്ഥാൻ തമ്മിൽ വീണ്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള മറ്റൊരു മത്സരത്തിൽ തോറ്റുപോയി. ഖത്തറിനോട് ഇന്ത്യ തോറ്റു നിൽക്കുക. അങ്ങനെ വളരെ ക്രൂഷ്യൽ ടൈമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഈ കുവൈറ്റുമായിട്ടുള്ള മത്സരം ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള വളരെ ക്രൂഷ്യലായ സമയത്താണ് ക്യാപ്റ്റൻ ഛേത്രി ഈ വിരമിക്കൽ തീരുമാനം അറിയിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഖേദകരമാണ്. കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ ഛേത്രിയുടെ സാന്നിധ്യം തന്നെ മറ്റു കളിക്കാർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന സംഗതിയാണ്. കാരണം അത്രമാത്രം ഫിനിഷിംഗ് പാടവമുള്ള വളരെ ഇതിഹാസ താരമാണ് ഛേത്രി. ഡ്രിബിളിങ്ങിലായാലും പന്ത് സ്വീകരിക്കുന്നതിലായാലും പന്ത് പാസ് കൊടുക്കുന്നതിലായാലും ഗോൾ അടിക്കാൻ അസിസ്റ്റ് കൊടുക്കുന്നതിലായാലും അസാമാന്യ കഴിവ് പുലർത്തുന്ന ഒരു മുന്നേറ്റ കളിക്കാരൻ. ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന താരം മാത്രമല്ല, ഇന്ത്യക്ക് ആവശ്യമായ ഘട്ടത്തിൽ പിന്നിലേക്ക് വന്ന് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കളി, അങ്ങനെ മൈതാനത്തിന് എല്ലാ ഭാഗത്തും കളിക്കുന്ന അസാമാന്യ കഴിവുള്ള ഒരു അസാധ്യ പ്രതിഭ തന്നെയായിരുന്നു സുനിൽ ഛേത്രി. അദ്ദേഹത്തിന്റെ ഉയരക്കുറവ് ആദ്യ നാളുകളിലൊക്കെ വളരെ വിമർശന വിധേയമായിട്ടുണ്ട്. ഉയരം കുറഞ്ഞ കളിക്കാർക്ക് ഫുട്ബോളിൽ എങ്ങനെ ശോഭിക്കാൻ പറ്റും എന്നൊക്കെ ആളുകൾ വിമർശിച്ചിരുന്നു. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കർ, ക്രിക്കറ്റിനൊരു ദൈവമുണ്ടെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറാണ്. സച്ചിനും ഉയരക്കുറവാണ്. പക്ഷെ തൻ്റെ പരിമിതിയെ കുറവായി കണക്കാക്കാതെ അതിൽ നിന്ന് അതിജീവിച്ച് വലിയ ഒരു ക്രിക്കറ്റ് താരമായ കഥയാണ് സച്ചിൻ തെണ്ടുൽക്കർ എങ്കിൽ ഫുട്ബോളിൽ അത് സുനിൽ ഛേത്രി. ഉയരക്കുറവ് ഉണ്ടെങ്കിൽ തന്നെയും എതിർ ടീമിലെ ഡിഫൻസീവിനെ കബളിപ്പിച്ച് നേടുന്ന എത്രയോ ഹെഡ് ചെയ്ത് തലകൊണ്ട് ചെത്തി വരികിലേക്ക് ഇട്ട് നേടുന്ന എത്രയോ ഗോളുകൾ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ അസാമാന്യ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഭയെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ഫുട്ബോൾ കരിയർ പരിശോധിച്ചാൽ മനസ്സിലാവും. 150 മത്സരങ്ങളിൽ നിന്ന് സുനിൽ ഛേത്രി 94 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഒരു ആക്റ്റീവ് കളിക്കാരെ എടുത്തു കഴിഞ്ഞാൽ വേൾഡിലെ നമ്പർ 3 പൊസിഷനാണത്. സുനിൽ ഛേത്രിക്ക് മുമ്പിൽ നിൽക്കുന്ന ലോകത്തിലെ സൂപ്പർ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2ാം സ്ഥാനം സാക്ഷാൽ ലയണൽ മെസ്സിയാണ്, അർജന്റീന ഇപ്പോൾ വേൾഡ് കപ്പ് നേടിയ ക്യാപ്റ്റൻ. 3ാം സ്ഥാനത്ത് സുനിൽ ഛേത്രി നിൽക്കുന്ന ആക്റ്റീവ് കളിക്കാർ. സുനിൽ ഛേത്രിയുടെ പ്രതിഭയെ അളക്കാൻ അദ്ദേഹത്തിന്റെ
അന്താരാഷ്ട്ര ഗോളുകളുടെ കണക്ക് തന്നെ മതിയാവുള്ളൂ. 150 മത്സരങ്ങളിൽ നിന്ന് 150 മത്സരങ്ങളിൽ നിന്ന് 94 ഗോളുകളാണ് ഇതുവരെ അടിച്ചത്. അത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇപ്പോൾ ആക്റ്റീവ് കളിക്കാരുടെ ഇടയിൽ 3-ാം സ്ഥാനമാണ്. തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആദ്യത്തെ 2 പേർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയുമാണ്. അല്ലാതെ മൊത്തത്തിലുള്ള കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ 4-ാമതാണ് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രിയുടെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് ന്യൂഡൽഹിയിലെ സിറ്റി FC അതിനുശേഷം സുനിൽ ഛേത്രി 2002 മോഹൻ ബഗാനിൽ ചേർന്നു. മോഹൻ ബഗാനിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തു. അതിനുശേഷം JCT മിൽസ് ഫഗ്വാര, അതിനുശേഷം ടെമ്പോ ഗോവ, ഈസ്റ്റ് ബംഗാൾ 2008-2009 കാലഘട്ടങ്ങളിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചു. അതിനുശേഷം 2009-2010 ടെമ്പോ ഗോവയ്ക്ക് വേണ്ടി കളിക്കുന്നത്. അങ്ങനെ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ സുനിൽ ഛേത്രി ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ഐ ലീഗിലെ പുതിയ ടീമായിരുന്ന അന്ന് വന്ന ബാംഗ്ലൂരു FC വേണ്ടിയാണ് ദീർഘകാലം പിന്നീട് സുനിൽ ഛേത്രി ബൂട്ട് കെട്ടിയത്. ആദ്യത്തെ ISL തുടങ്ങിയ വർഷം സുനിൽ ഛേത്രി ISL കളിച്ചിരുന്നില്ല. അന്ന് ഐ ലീഗ് ടീമായിരുന്നു ബാംഗ്ലൂരു FC വേണ്ടിയായിരുന്നു സുനിൽ ഛേത്രി കളിച്ചുകൊണ്ടിരുന്നത്. പിറ്റേ വർഷം തൊട്ടടുത്ത വർഷം മുംബൈ സിറ്റി FC വേണ്ടി ISL ടീമിലേക്ക് സുനിൽ ഛേത്രി വരുന്നു. വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. വീണ്ടും ബാംഗ്ലൂരു FC നേരെ ISL വരുന്നു. സുനിൽ ഛേത്രിയും മുംബൈ സിറ്റി FCയിൽ നിന്ന് ബാംഗ്ലൂരു FC വരുന്നു. അങ്ങനെ ഐ ലീഗിൽ തന്നെ നിരവധി തവണ ബാംഗ്ലൂരു FC ജേതാക്കളായി. സുനിൽ ഛേത്രി ഒരുപാട് ട്രോഫികളും എല്ലാം ഈ ടീമുകളോടൊപ്പം നേടിയിട്ടുണ്ട്. ബാംഗ്ലൂരു FC വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത താരം സാക്ഷാൽ നമ്മുടെ ഈ സുനിൽ ഛേത്രിയാണ്. സുനിൽ ഛേത്രിയുടെ മാത്രമല്ല എല്ലാ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളുടെയും ഒരു ആഗ്രഹമാണ് വിദേശ ലീഗുകളിൽ കളിക്കുക എന്നുള്ളത്. യൂറോപ്യൻ ലീഗുകളിൽ കളിക്കണമെന്ന് മോഹിക്കാത്ത ഒരു താരവുമില്ല. പക്ഷേ യൂറോപ്പിലെ ലീഗുകളിൽ കളിക്കുന്നതിന് ഇന്ത്യൻ കളിക്കാർക്ക് പ്രത്യേക പരിമിതികളുണ്ടായിരുന്നു. കാരണം ഒരു വിദേശത്ത് നിന്ന്, ഇന്ത്യയെ പോലെ രാജ്യത്ത് നിന്ന് അവർ കളിക്കാരെ എടുക്കണമെങ്കിൽ വേൾഡ് റാങ്കിങ്ങിൽ 75-ാം സ്ഥാനം, 75 മുതൽ മേലോട്ടുള്ളത് 74, 70 അങ്ങനെ കുറഞ്ഞു വരുന്ന സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാരെ മാത്രമേ അവർ പരിഗണിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഈ സുനിൽ ഛേത്രിക്കൊന്നും അവസരം ലഭിച്ചില്ല എന്നതാണ് സത്യം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പോലെ ഒരു വിദേശ ലീഗിൽ കളിച്ചത് പിന്നീട് അമേരിക്കയിലെ മേജർ സോക്കർ ലീഗിലാണ്. അത് 2010 ഛേത്രി നല്ല രീതിയിൽ കളിച്ചു. അത്യാവശ്യം നല്ല ട്രിബിളിങ്ങും കാര്യങ്ങളും, ഫോർവേഡ് ലൈനിൽ നല്ല മൂവ്മെന്റും, ബോക്സിലേക്ക് അദ്ദേഹം നേരിട്ട് തന്നെ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുകയും ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. സുനിൽ ഛേത്രി എന്ന പ്രതിഭയെ ശകലം കുറച്ചെങ്കിലും വിദേശ കാണികൾ കണ്ട ഒരു മത്സരമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഈ ഛേത്രിയുടെ ടീമായ കൻസാസ് സിറ്റിയും തമ്മിലുള്ള പ്രധാന മത്സരം. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് സുനിൽ ഛേത്രിക്ക് ലഭിച്ചു. 2011 അർജുന അവാർഡും 2019 പത്മശ്രീ അവാർഡും നൽകി രാജ്യം സുനിൽ ഛേത്രിയെ ആദരിക്കുകയുണ്ടായി. ഇന്ത്യൻ ഫുട്ബോളിലെ സമാനതകളില്ലാത്ത പ്രതിഭാശാലിയായ കളിക്കാരനായിരുന്നു സുനിൽ ഛേത്രി. ക്യാപ്റ്റൻ ഫന്റാസ്റ്റിക് എന്ന് ആരാധകർ വളരെ ഇഷ്ടത്തോടെ വിളിച്ചിരുന്ന ആ വിശേഷണം സുനിൽ ഛേത്രിയെ സംബന്ധിച്ച് ഒട്ടും അതിശയോക്തിയല്ല. അദ്ദേഹം വളരെ ലെജൻഡായിരുന്നു, ക്യാപ്റ്റൻ ഫന്റാസ്റ്റിക് ആയിരുന്നു. അങ്ങനെ മികച്ച ഒരു ഇതിഹാസ താരം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരെ നേരത്തെ ഒളിമ്പിക് ഫുട്ബോളിന്റെ സെമി ഫൈനലിൽ വരെ ഇന്ത്യൻ ടീം എത്തിയിട്ടുണ്ട്. നിരവധി ഏഷ്യൻ ഗെയിംസിൽ 1962 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം സ്വർണം നേടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സുവർണ ലിപികളിൽ എഴുതിയ ചരിത്രം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനുണ്ടെങ്കിലും ഇന്ത്യയിലെ ക്രിക്കറ്റിന്റെ മേധാവിത്വത്തോടെ ഫുട്ബോൾ വളരെയേറെ പിന്നോട്ട് പോയി. ഇന്ത്യൻ ഫുട്ബോളും അതുപോലെ ക്ഷയിച്ച് ഇന്ത്യയുടെ റാങ്കിങ്ങും ഏഷ്യയിലെ മറ്റു എല്ലാ രാജ്യങ്ങളും ഫുട്ബോളിൽ വളരെ കരുത്തരായി റാങ്കിങ്ങിൽ വളരെയേറെ മുന്നോട്ട് പോകുന്നു. ലോക നിലവാരത്തിലുള്ള ടീമുകളായിട്ട് മാറി.
അപ്പോൾ ഇന്ത്യ നേരെ താഴോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ സുനിൽ ഛേത്രി എന്ന കളിക്കാരൻ ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ വളരെ ചെറുതല്ല. ഇന്ത്യൻ ഫുട്ബോൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വേൾഡ് കപ്പ് ക്വാളിഫയിങ് മത്സരത്തിൽ മികച്ച ടീമുകൾക്കെതിരെ തന്നെ വളരെ ഫൈറ്റിംഗ് കൊടുക്കുവാൻ തക്ക ഒരു ടീമായി മാറ്റുന്നതിൽ സുനിൽ ഛേത്രി വഹിച്ച പങ്ക് ചെറുതല്ല. അത്രയേറെ പ്രതിഭാശാലിയായ കളിക്കാരനായിരുന്നു സുനിൽ ഛേത്രി എന്ന്. ഇത്രയൊക്കെ ആണെങ്കിലും മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് സുനിൽ ഛേത്രിയുടെ ഓർക്കുമ്പോൾ 2022-23 സീസൺ പ്ലേ ഓഫ് എലിമിനേറ്ററിൽ ബാംഗ്ലൂരിലെ ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരു FC-യും തമ്മിൽ നടന്ന മത്സരത്തിൽ അത് ആദ്യത്തെ 90 മിനിറ്റ് ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. എക്സ്ട്രാ ടൈം തുടങ്ങി. എക്സ്ട്രാ ടൈമിൽ റഫറി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി ഒരു ഫ്രീ കിക്ക് വിധിച്ചു. ആ ഫ്രീ കിക്ക് ഡിഫൻസീവ് കളിക്കാരും ഗോളിയും തയ്യാറെടുക്കുന്നതിന് മുമ്പേ സുനിൽ ഛേത്രി അതൊരു ഫ്രീ കിക്കായിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഗോൾ നേടി. നേരെ ആ പന്ത് നേരെ വലയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ വലിയ വിമർശനം സൈബർ ഇടങ്ങളിൽ സുനിൽ ഛേത്രിക്കെതിരെ വളരെ വിമർശനമുണ്ടായി. ഞങ്ങൾ ഈ പറയുന്ന ഞാനും തന്നെ അത് ഒട്ടും സുനിൽ ഛേത്രിയാണെന്ന് നമ്മൾ അംഗീകരിച്ചില്ല. നമ്മളും സുനിൽ ഛേത്രിയുടെ പേജുകളിൽ വരെ പോയി കമന്റ് എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ FC എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയും മറ്റ് ആരാധകരും അദ്ദേഹത്തെ വളരെ സൈബർ അറ്റാക്കിംഗ് നടത്തി. പക്ഷേ അതൊക്കെ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള നമ്മളൊരു ഇടുങ്ങിയ ഒരു ആരാധനയിൽ നിന്നുണ്ടായ സംഭവമാണ്. സുനിൽ ഛേത്രിയുടെ പ്രതിഭയ്ക്ക് യാതൊരു മാറ്റം കുറയ്ക്കാത്ത കാര്യം തന്നെയായിരുന്നു. കാരണം ആ ദിവസങ്ങളിൽ തന്നെ, തൊട്ടടുത്ത പിറ്റേ ദിവസങ്ങളിൽ തന്നെ പഴയ ഫുട്ബോൾ താരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഫുട്ബോൾ വിദഗ്ധരും എഴുതി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ആ ഫ്രീ കിക്ക് എന്നുള്ളത് നിയമപരമാണ്, ഫുട്ബോളിൽ അത് അനുവദനീയമാണ്, അത് റഫറിയോട് ചോദിച്ചിട്ടാണ് അത് എടുക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിനും വളരെ പ്രതിഭാശാലിയായ കളിക്കാരനാണെങ്കിലും മലയാളി ഫുട്ബോൾക്ക് ഇപ്പോഴും ആ ഒരു കാര്യം ഓർക്കുമ്പോഴും സുനിൽ ഛേത്രി ചതിയൻ എന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ മലയാളി ഫുട്ബോൾ പ്രേമികൾ വിളിച്ചത്. എന്തായാലും എന്തു തന്നെയായാലും ഇന്ത്യയിലെ പ്രതിഭാധനനായ കളിക്കാരനായിരുന്നു സുനിൽ ഛേത്രി എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. ആ ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും അത് അംഗീകരിക്കുന്നതാണ്. മലയാളി ഫുട്ബോൾ പ്രേമികളും അംഗീകരിക്കുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നമ്മുടെ സാഫ് സുസുക്കി കപ്പ് 2015 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ അന്ന് സുനിൽ ഛേത്രി നിറഞ്ഞാടിയ സമയമായിരുന്നു ഫൈനൽ മത്സരം, ഇന്ത്യ-അഫ്ഗാനിസ്ഥാൻ മത്സരം. അന്നത്തെ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഒന്നാം പകുതിയിലെ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കളി വളരെ ചൂട് പിടിച്ചു, സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞു. ആ സമയത്താണ് സുനിൽ ഛേത്രി ബോക്സിലേക്ക് ഉയർന്നു വന്ന ഒരു പന്ത് തലകൊണ്ട് ചെത്തിമറിച്ച് ജയലാൽ പെക്കുലേക്ക് നൽകുന്നു. പെക്കുലെ അതായത് സമർത്ഥമായി ഗോളാക്കുന്നു. അങ്ങനെ ഇന്ത്യ-അഫ്ഗാനിസ്ഥാൻ 1-1 എന്നാണ് ഫൈനൽ മത്സരത്തിൽ. അതിനുശേഷം ഇതേപോലെ ഒരു ഫ്രീ കിക്ക് ബോക്സിലേക്ക് ഓടിക്കയറിയ സുനിൽ ഛേത്രിക്ക് കിട്ടുന്നു. സുനിൽ ഛേത്രിയെ തടയാൻ ഓടി വന്ന അഫ്ഗാന്റെ 3 ഡിഫൻസിനെ അതിവിദഗ്ധമായി കബളിപ്പിച്ച് വീണ് കിടന്ന് വലത് കാലുകൊണ്ട് പോസ്റ്റിന്റെ വലതേ മൂലയിലേക്ക് തട്ടിവിട്ടു. അങ്ങനെ ഇന്ത്യ 2-1 എന്ന് ആ ഫൈനൽ മത്സരം ജയിച്ചു. അന്നത്തെ 2015 സാഫ് സുസുക്കി കപ്പ് സ്വന്തമാക്കി ഇന്ത്യ ചാമ്പ്യന്മാരായി. ആ ഒറ്റ മത്സരം നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം തിരുവനന്തപുരത്ത് വെച്ച് നടന്നതാണ്. അന്നത്തെ ആ മത്സരത്തിന് വേറൊരു പ്രത്യേകതകളുണ്ട്. തിരുവനന്തപുരം അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യത്തെ പ്രമുഖ ഒരു കായിക ഇനം കൂടിയായിരുന്നു. അതിനു മുമ്പ് ആ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണാവസ്ഥയിലായിരുന്നു. നമുക്കറിയാം 2015 അത് പൂർത്തിയായത്. ആദ്യത്തെ കായിക മാമാങ്കമാണ് ഈ സാഫ് സുസുക്കി കപ്പ് അവിടെ അരങ്ങേറിയത്. അതിനു മുമ്പ് ഒരു ഫംഗ്ഷൻ നടന്നു എന്ന് പറയുവാൻ അവിടെ നമ്മുടെ 2015 അന്ന് കേരളത്തിൽ വെച്ച് നടന്ന നാഷണൽ ഗെയിംസിന്റെ ക്ലോസിംഗ് സെറിമണിയായിരുന്നു. പ്രമുഖ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറൊക്കെ പങ്കെടുത്ത നാഷണൽ ഗെയിംസിന്റെ ക്ലോസിംഗ് സെറിമണി. അന്നൊക്കെ അത് വെറും മണൽ ഇതായിട്ട് കിടക്കുമായിരുന്നു. വീണ്ടും പുല്ല് വെച്ച് പിടിപ്പിച്ച് അത് ഗ്രൗണ്ടാക്കി മാറ്റുകയും പെട്ടെന്നായിരുന്നു പിന്നീടുള്ള പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് സാഫ് കപ്പ് അവിടെ വെച്ച് സംഘടിപ്പിക്കുന്നത്. ആ ടൂർണമെന്റ് സുനിൽ ഛേത്രിയെയും ഇന്ത്യൻ ടീമിനെയും സംബന്ധിച്ച് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്.
അങ്ങനെ സുനിൽ ഛേത്രിയുടെ കാര്യങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങളെ കുറിച്ച് പറയാൻ ഇനിയും അനവധിയായ കാര്യങ്ങളുണ്ട്. എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് പറയുവാൻ സാധ്യമല്ല. സുനിൽ ഛേത്രിക്ക് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നു. സുനിൽ ഛേത്രിയെ പോലെ പ്രതിഭാധനായ കളിക്കാർ അനേകമുണ്ട്. മൻവീർ സിംഗ് ഉണ്ട്, പിന്നെ ഒരുപാട് കളിക്കാർ ഇന്ത്യൻ ടീമിൽ പുതുതായിട്ട് വരുന്നുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പക്ഷേ സുനിൽ ഛേത്രിയെ പോലെ ഫിനിഷിംഗ് പാടവമുള്ള കളിക്കാരെ ആണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഒരു താരം ഇനി ഉദയം ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴുള്ള താരങ്ങൾ ഒരുപക്ഷെ ഇപ്പം അവരുടെ മൂർച്ച കൂട്ടി അവര് പുതിയ ഫിനിഷിംഗ് പാടവമുള്ള അതിസാമാന്യ പ്രതിഭയുള്ള താരങ്ങളായി അവരും ഉദിച്ചു വരട്ടെ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യയുടെ മാനം കാക്കാൻ എന്നെങ്കിലും ഒരിക്കൽ ആ വേൾഡ് കപ്പ്, ലോകകപ്പ് വേദി എന്ന മഹാവേദിയിലേക്ക് ഇന്ത്യൻ ടീമിനെയും കൈപിടിച്ച് നടത്താൻ തക്ക കായിക താരങ്ങൾ, ഫുട്ബോൾ താരങ്ങൾ ഇന്ത്യയിൽ ഉദയം ചെയ്യട്ടെ എന്ന് മാത്രമാണ് നമുക്കും പ്രത്യാശിക്കാനുള്ളത്. ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിടവാങ്ങുന്നു. മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.